ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് മുഖ്യമന്ത്രി ചർച്ചയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് മുസ്ലിം ലീഗ് അനൌദ്യോഗികമായി പറയുന്നതെന്ന് സിപിഐഎം നേതാവ് എ.കെ. ബാലൻ. യു.ഡി.എഫിന് അധികാരം ലഭിച്ചാൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് തമ്മിൽ തർക്കം. യു.ഡി.എഫിന് വോട്ട് ചെയ്തതിൽ കേരള ജനത അപമാനം കൊണ്ട് തല താഴ്ത്തുകയാണെന്നും എ.കെ. ബാലൻ പറഞ്ഞു. 3 പേരല്ല ഉള്ളത്, ഇപ്പം 4 പേരുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭരണം എന്തായാലും അവർക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഭരണം കിട്ടിയാൽ എന്തായിരിക്കും യു.ഡി.എഫിൻ്റെ സ്ഥിതി എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കേരളത്തിലെ ജനത അപമാനം കൊണ്ട് തലതാഴ്ത്തുകയാണ്. ഇവർക്ക് വോട്ട് കൊടുത്തത് തെറ്റായിപ്പോയല്ലോ എന്ന ചിന്താഗതിയാണ്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തമ്പിങ് മെജോറിറ്റി അധികാരത്തിൽ വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.